CPM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ്. പാർട്ടിയിലെ അനീതി ചോദ്യം ചെയ്ത മനു തോമസ് ഇപ്പോൾ നീതിയുടെ പക്ഷത്താണെന്നും കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറെങ്കിൽ സ്വീകരിക്കുമെന്നും കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം മനു തോമസ് പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് CPIM നേതാക്കൾക്കെതിരെ നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മനു തോമസിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ്. സഹകരിക്കാൻ തയ്യാറെങ്കിൽ മനുവിനെ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് കണ്ണൂർ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെട്ടാൽ ഇതൊരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ്. ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി മനു തോമസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും. മനു തോമസ് വിവാദം നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായിട്ടും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. മനു തോമസ് പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് ഓ എന്ന് മാത്രമാണ് MV ഗോവിന്ദന്റെ മറുപടി. മനു തോമസിനെതിരെ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പും പ്രത്യക്ഷപ്പെട്ടു. എടയന്നൂരിലെ ഷുഹൈബ് കൊലപാതകത്തിൽ P ജയരാജന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തലെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നും യൂത്ത് കോൺഗ്രസും ആവശ്യം ശക്തമാക്കി. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ എതിർ രാഷ്ട്രീയ കക്ഷികൾ പോലും ആയുധമാക്കുമ്പോൾ CPIM നേതാക്കൾ പ്രതികരിക്കുന്നേയില്ല. സംസ്ഥാന സെക്രട്ടറി പോലും വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. പ്രതികരണം നടത്താതിരുന്നാൽ വിഷയം കെട്ടടങ്ങുമെന്നാണ് CPIMന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.